ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീനു മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തഞ്ചാവൂരിൽ പോയപ്പോൾ കണ്ട ടെമ്പിൾസിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ടെമ്പിൾസ് അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കണ്ടതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് രാജാലി ബേർഡ്സ് പാർക്ക് കാണാം. ഈ ബൃഹദേശ്വര ടെമ്പിളിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടാണ് ഈ രാജാലി ബേർഡ്സ് പാർക്ക് ഉള്ളത്. പാർക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടെമ്പിൾ കാണാൻ പറ്റും, പക്ഷെ ടെമ്പിളിൽ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഈ ബേർഡ്സ് പാർക്കിന്റെ ഫ്രണ്ടിൽ കുറച്ച് സുവനീർ ഷോപ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ പാർക്കിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ആദ്യം കാണുന്നത് കുറച്ച് ഒട്ടകപ്പക്ഷികളെയാണ്. പാർക്കിനുള്ളിലേക്ക് കയറാനുള്ള ഫീസ് ഒരാൾക്ക് 150 രൂപയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 150 രൂപ ഒരു നഷ്ടമില്ല. കാരണം നിങ്ങൾ ഇതിനകത്തേക്ക് മുഴുവനായിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് നല്ല എന്റർടൈൻമെന്റ് ആണുള്ളത്. നമ്മൾ ഇതിനകത്ത് 2 ഒട്ടകപ്പശിനെയായിരുന്നു കണ്ടത്. ഈ ബ്ലാക്ക് ഒട്ടകപ്പശി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, മറ്റേ ആൾ അവിടെ നിന്നോണ്ട് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് ഫുഡ് മുഴുവൻ ഇയാൾക്കാണ് കിട്ടിയത്. ഒട്ടകപ്പശിയുടെ കൂടിന്റെ സൈഡിലായിട്ട് ഒരു പുൽത്തകിടിയും ചെറിയ കുളവും ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് നല്ല പ്രാവുകളാണുള്ളത്. ഇതൊക്കെ തുറന്നാണ് വിട്ടിരിക്കുന്നത്, കൂടൊന്നുമല്ല. പക്ഷെ സൈഡിലായിട്ട് ചെറിയൊരു ഷെഡും അതിനകത്ത് മുട്ടയിടാനുള്ള ചെറിയ കൂടുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത് ലവ് ബേർഡ്സിന്റെ ഒരു കൂടിനകത്തേക്കാണ്. അവര് നമ്മൾക്ക് അതിന് ഫീഡ് ചെയ്യാനുള്ള തിനയൊക്കെ തരും. അത് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ വന്ന് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് ഇത് മുഴുവൻ തിന്നുകൊണ്ടിരിക്കും. പക്ഷെ നല്ലൊരു രസമായിരുന്നു, നല്ല ഒരു ഫീലാണ്. ഇവരെല്ലാം നമ്മളുടെ ചുറ്റും തലയിലും കയ്യിലും ഒക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. ഇതിനകത്ത് നിറയെ കിളികളായതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി ഒരു ഡബിൾ ഡോർ സിസ്റ്റമാണ്. നമ്മൾ ആദ്യം ഒരു കുഞ്ഞു കൂടിനകത്തേക്ക് കയറും, എന്നിട്ട് അതിന്റെ ഡോർ അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ വലിയ കൂടിന്റെ ഡോറ് തുറന്നു തരുന്നത്. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് താറാവും കുഞ്ഞുങ്ങള്, കോഴി കുഞ്ഞുങ്ങൾ, അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂടെ സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അവിടെയും നമുക്ക് അവര് ഓരോ കൂടിന് വേണ്ടിയിട്ട് പ്രത്യേകം തീറ്റ നമുക്ക് അവര് തരും. ഇത്രയും ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇതിനൊന്നും വയറ് നിറഞ്ഞില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് കൈകൊണ്ട് ചെല്ലുമ്പോഴേ നമ്മുടെ കൈ കാലിയാക്കി തരും അവര്. സാധാരണ നമ്മളൊരു ബേർഡ്സിന്റെയോ അല്ലെങ്കിൽ ആനിമൽസിന്റെയോ ഒക്കെ പാർക്കിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താണ് വാങ്ങിക്കേണ്ടത്. ഇവിടുത്തെ ഈ 150 രൂപ എൻട്രി ഫീസിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു വലിയ കൂട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് പാരറ്റ്സ് ആണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാരറ്റ്സിന്റെയാണ് ഒരു കൂടുള്ളത്. കുറച്ച് വലുതുണ്ട്. ശരിക്കും ഇത്രയും തരത്തിലുള്ള പാരറ്റ്സ് ഉണ്ടെന്ന് പോലും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. മക്കാവ്, ഗ്രേ പാരറ്റ്, അങ്ങനെ പലതരത്തിലുള്ള പാരറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പേരെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ആ ലവ് ബേർഡ്സിന്റെ കൂട്ടിൽ വന്നപ്പോൾ ഞാൻ കയ്യിൽ ഫുഡിലായിട്ടുള്ള ഫുഡും ഇങ്ങനെ തുറന്നു വെച്ചത് കാരണം പെട്ടെന്ന് തന്നെ അതെല്ലാം പറന്നുപോയി തിന്നു തീർത്തതിന് ശേഷം. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഒരു കയ്യിൽ കുറച്ചെടുത്ത് വെച്ചിട്ട് മറ്റേ കയ്യിൽ കുറച്ച് വെച്ചിട്ടാണ് പിടിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവർ തിന്നാൻ കൊടുത്തില്ലെങ്കിൽ ഇതാ വന്നില്ല, വന്നിങ്ങനെ വന്നിരിക്കും. പക്ഷെ എൻ്റെ ഉടുപ്പ് കുറേ നേരമായിട്ട് ഒരാളിരുന്ന് അതിങ്ങനെ കൊത്തി അതങ്ങ് കിഴിച്ചു. ശരിക്കും ഈ ബിഗ് പാരറ്റ്സിന്റെ കൂട്ടിൽ നിന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവിടെയും കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വീഡിയോ എടുക്കാനുള്ള കാര്യം തന്നെ അങ്ങ് മറന്നുപോകും. ഞാൻ ഇതിനെല്ലാം കണ്ട് അങ്ങനെ അങ്ങ് നടക്കും. അതാണ് എൻ്റെ ഒരു പരിപാടി. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബേർഡ്സിനെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വെച്ചൊരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബേർഡ്സ് പാർക്കിലെ എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അതിനിടയ്ക്ക് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മ്യൂസിയവും 70 തിയേറ്ററും ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്നിട്ട് ഈ ബേർഡ്സ് പാർക്കിന്റെ പുറത്തിറങ്ങിയിട്ട് ഓട്ടോയ്ക്കാണ് അങ്ങോട്ട് പോയത്. ആക്ച്വലി ഈ ഒരു ബേർഡ്സ് പാർക്കിന്റെ ഉള്ളിൽ തന്നെ ലാസ്റ്റത്തെ ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന്റെ തൊട്ടുപുറയിലായിരുന്നു ഈ മ്യൂസിയം ഉണ്ടായിരുന്നത്. ബേർഡ്സ് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ബൃഹദേശ്വര ടെമ്പിളിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡിലായിട്ട് കൃഷ്ണഭവൻ എന്നൊരു റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല അടിപൊളി ഫുഡാണ് അവിടുത്തെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറന്റ് ആണ്. അവിടെ തന്നെ നമുക്ക് ഈ പറയുന്ന തഞ്ചാവൂർ ബൊമ്മയും അങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഷോപ്പുണ്ട്. അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഫ്രണ്ടിൽ ഒരു ടോയ് ട്രെയിൻ ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് എൻട്രൻസ് ഉള്ളത്. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മ്യൂസിയം കാണാനുള്ള ടിക്കറ്റ്, പിന്നെ ടോയ് ട്രെയിനിനുള്ള ടിക്കറ്റ്, പിന്നെ അവിടെ 70 തിയേറ്റർ ഉണ്ട് അതിനുള്ള ടിക്കറ്റ്, എല്ലാം കൂടി അവിടെയാണ് കിട്ടുന്നത്. ഈ 3 എണ്ണത്തിനും കൂടി ഒരാൾക്ക് 100 രൂപയാണ് ആവുന്നത്. നമ്മൾ 5 പേരുണ്ടായിരുന്നത് കൊണ്ട് 500 രൂപയാണ് ടിക്കറ്റിനായത്. അപ്പൊ നമുക്ക് മ്യൂസിയം കണ്ടിട്ട് വരാം.
മ്യൂസിയം കണ്ടിട്ട് വന്നിട്ട് നമ്മൾ ടോയ് ട്രെയിനിലാണ് കയറിയത്. ഞാൻ വിചാരിച്ചു ഇത് 70 തിയേറ്ററിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഈ ടോയ് ട്രെയിൻ വഴി ആയിരിക്കും എന്നാണ്. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കയറേണ്ടിയിരുന്നില്ല എന്ന്. കാരണം നിങ്ങളൊന്ന് കണ്ടു നോക്ക്, അത് മനസ്സിലാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിനെ ചുറ്റും ഒന്ന് റൗണ്ട് വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വല്ലാണ്ട് കുലുങ്ങി കുലുങ്ങി പോയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ 70 തിയേറ്ററിന്റെ ഷോ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്കുള്ള ആ റെസ്റ്റോറന്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള ആര്യഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത്. അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഷോപ്പാണ് ഈ ദിവ്യം എന്ന് പറഞ്ഞിട്ടുള്ള സ്വീറ്റ്സിന്റെ ഷോപ്പ്. അവിടെ നല്ല സ്വീറ്റ്സ് ഒക്കെ കിട്ടും. പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മുടെ ബാഗ്സ് ഒക്കെ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇവിടുന്ന് 6:23 നമ്മളുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ട്രിപ്പ്, നമ്മൾ 2 ദിവസത്തെ ട്രിപ്പ് നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല. ഇനി ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.